സോഷ്യൽ മീഡിയയും ഇൻഫ്ലുവൻസേഴ്സും സമൂഹത്തിന് ആപത്തോ എന്ന വിഷയം ലിസ്റ്റിൻ സ്റ്റീഫന്റെ ചെലവിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഷാരിസ് മുഹമ്മദും ദിലീപേട്ടനും. ഡയറക്ടറെ അപ്പാടെ വിട്ടിരിക്കുന്നു. സിനിമ അയാളുടെ ഒന്നുമല്ല. നെഗറ്റീവ് പറഞ്ഞതിന് കൊക്കിന്റെ മെക്കിട്ട് കയറുന്ന ഫാൻസും PR-കാരും സിനിമ കാണാൻ ആളെ കയറ്റിയാൽ 20 പേരായാലേ ഷോ ഇടൂ എന്ന കടമ്പയൊന്ന് കടന്നു കിട്ടുമായിരുന്നു. കൊക്കിനെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ശരിയുമാണ്. ഫസ്റ്റ് ഹാഫ് പവി കെയർടേക്കർ പോലെ കട്ടച്ചളിയും പെണ്ണ് കാണലും പ്രാരാബ്ദവുമായി പോകുന്നു. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 15 കൊല്ലം മുമ്പേ ആയിരുന്നേ ഫ്രഷായിരുന്നു. പേഴ്സണലായിട്ട് സംസാരിക്കാൻ അവനാര് ലാലു അലക്സോ ഈ സാധനത്തിനൊക്കെ ചിരിക്കുമെങ്കിൽ നിങ്ങൾക്കും ഈ സിനിമ ഓക്കെ ആയിരിക്കും. പിന്നെ എഴുത്തുകാരൻ ആദ്യം ദിലീപിന് വേണ്ട ചളികൾ നിറച്ചിട്ട് എനിക്കൊരു കാര്യവും രാഷ്ട്രീയവും പറയാനുണ്ട് എന്ന് പറഞ്ഞ ഒരു ഒറ്റ പോക്കാണ്. അപ്പോൾ അതുവരെ കണ്ട പ്രേക്ഷകർ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഇനി ഞാൻ പറയാൻ വന്നത് നീയൊക്കെ കാണുക. ഇതാണ് ഷാരിസ് മുഹമ്മദിന്റെ ലൈൻ. 98% ആധിപത്യം സ്ഥാപിച്ച സോഷ്യൽ മീഡിയയും ബ്ലോഗേഴ്സും എല്ലാം തലയ്ക്കോളമുള്ളവരായി പറഞ്ഞ് കയ്യടി മേടിക്കാൻ നോക്കി. എന്ത് കാര്യം? എന്നിട്ട് ഈ പടം പൊട്ടിയില്ല, ഹിറ്റാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ. ഉജ്ജ്വലമായ എഴുത്ത്. ദിലീപിലെ നടനൊന്നും എങ്ങും പോയിട്ടില്ല. നല്ലൊരു സിനിമ വന്നാൽ തിരിച്ചു വന്നോളും. ഇത് മാത്രമാണ് ആകെ കണ്ട പോസിറ്റീവ്. ഒരു ലോഡ് നായികമാർ, അതിൻ്റെ ഇടയിൽ കൂടെ മെയിൻ നായിക. ഇവർക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കാണിച്ചാൽ ഒരു മേക്ക് ബിലീഫ് ഉണ്ടായേനെ. അതും ചെയ്തില്ല. അങ്ങനെ 150-ാം തിരിച്ചുവരവും പാളി എന്ന് സമ്മതിക്കാതെ മരിച്ചു കിടന്ന് PR-ഉം മെഴുകുന്നുണ്ട്. നല്ലൊരു പടം വന്നാൽ മാത്രമേ അത് തിരിച്ചുവരവും ഇത് പൊട്ടലുമായി അവരുടെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കൂ. സോളോ ആയി കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർ ഫാമിലിയായി കാണൂ, ഇഷ്ടപ്പെടുമായിരിക്കാം. അതാണ് PR-കാരുടെ തിയറി. കാലം മാറിയതും കഥ മാറിയതും അറിയാതെ എന്നെ എല്ലാവരും ആക്രമിക്കുന്നേ എന്ന് കരയുന്നതിൻ്റെ പകുതി ബുദ്ധിമതി നല്ലൊരു സിനിമ സെലക്ട് ചെയ്യാൻ. ഇതിൽ കൂടുതൽ എന്ത് പറയാൻ? OTTക്ക് കൊടുത്താൽ കണ്ടു നോക്കുക.